ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതൻ നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഈ പെർഫെക്ഷനെയാണ് പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിൽ തെയോസിസ് എന്ന ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ദൈവീകരണം എന്നാണ് തർജ്ജമ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. സ്വരൂപവും സാദൃശ്യം. ദൈവത്തിൻ്റെ സ്വരൂപം നമ്മിലെല്ലാവരിലും പൊതുവായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യം, ലൈക്ക്നെസ്, അത് ഓരോ മനുഷ്യൻ്റെയും ദൈവബന്ധത്തിൻ്റെ ആഴമനുസരിച്ച് ദൈവത്തോടുള്ള ബന്ധം ആഴമായിരിക്കുന്ന ഒരാളിന് ദൈവസാദൃശ്യം വളരെയധികമാണ്. ഈ സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് ദൈവീകരണം. നമ്മെല്ലാവരും ആഗ്രഹിക്കേണ്ടത് ആ വളർച്ചയാണ്. അതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് പെരുന്നാളിന് മുന്നോടിയായിട്ട് ഇവിടെ പന്തലിടുന്നതിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവസാദൃശ്യത്തിലേക്ക് വളരെയധികം വളർന്ന് ദൈവീകരണത്തിൻ്റെ പടവുകൾ കടന്ന ഒരു പരിശുദ്ധ പിതാവ്. നമ്മൾ ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഈ പരിശുദ്ധനെ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവീകരണം സംഭവിക്കണം, ദൈവസാദൃശ്യത്തിൻ്റെ വർധനമുണ്ടാകണം. അതിനെന്ത് വേണം എന്നുള്ളതാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യം. സകലവും ത്യജിക്കണം, കുരിശെടുത്ത് അനുഗമിക്കണം. നമുക്ക് ദൈവസാദൃശ്യത്തിൽ വളരുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ ലോകത്തോട് വളരെയധികം ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഒക്കെ മാത്രം ചിന്തിക്കുന്ന ഒന്നാണ് ദൈവബന്ധവും ദൈവീകരണവും. ജീവിതത്തിന് വലിയ പ്രതിസന്ധികളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവബന്ധം അധികം വേണ്ട എന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയോ നമുക്കായി തീർന്നിട്ടുണ്ട്. പഴയ കാലത്ത് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ ദൈവബന്ധം കൂടുതലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ നമ്മുടെ പ്രധാന പ്രതിസന്ധി സർപ്ലസ് ആണ്, കൂടിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും അനേക നിമിഷങ്ങളോ മണിക്കൂറുകളോ നിലക്കണ്ണാടിയുടെ മുമ്പിൽ ചെലവാക്കിയിട്ടും ഈ പറയുന്ന ദൈവസാദൃശ്യത്തിൽ നിന്നും ഉളവാകുന്ന സൗന്ദര്യം നമുക്ക് ഉണ്ടാകുന്നില്ല. പരിശുദ്ധ പരിമല തിരുമേനിയുടെയും മറ്റും പെരുന്നാളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൗന്ദര്യ ശ്രേഷ്ഠനായ മാർ ഗ്രിഗോറിയോസ് എന്ന ദൈവസാദൃശ്യം സംഭവിക്കുന്നവർക്ക് പരിശുദ്ധ സഭ നൽകുന്ന വിശേഷണമാണ്. അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും അതുമൂലം ശരീരത്തിനും ഉണ്ടാകുന്ന സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ
തീർച്ചയായും നമ്മുടെ ആഗ്രഹവും ഈ പ്രാർത്ഥനയായിരിക്കണം. എനിക്കും ദൈവ തേജസ്സിൽ, ദൈവ സാദൃശ്യത്തിൽ വളരുവാൻ കഴിയണം. അതിന് ഇന്ന് ഞാൻ ലോകത്തോടെ ഒട്ടി നിൽക്കുന്നത് പോലെ ഒട്ടി നിന്നാൽ സാധിക്കുകയില്ല. അതിന് ചിലത് ത്യജിക്കണം. അതിന് ചില ദ്വീപുകളിലേക്ക്, തുരുത്തുകളിലേക്കൊക്കെ മാറണം. എറണാകുളത്തിനടുത്ത് ജീവിച്ചിരുന്ന പരിശുദ്ധ പരിമല തിരുമേനി പരിമല എന്ന ദ്വീപിലേക്ക് പലായനം ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ത്യാഗത്തിൻ്റെയും ത്യജിക്കലിൻ്റെയും ഒക്കെ മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ ദേവാലയവും ഈ തുരുത്തുകറങ്ങി വെളിയിലേക്ക് പോകുമ്പോഴും വീണ്ടും ലോകത്തോട് വല്ലാതെ ഒട്ടി നിൽക്കുവാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവീകരണം സംഭവിക്കുന്നില്ല. വാക്കുകളെ ചുരുക്കട്ടെ, കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കുരിശെടുത്ത് പിന്നാലെ ചെല്ലണമെന്ന്. ആ യാത്ര തന്നെയാണ് തീർത്ഥാടനം. നമ്മളൊരു പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തീർത്ഥാടനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ അതിനങ്ങേപ്പുറത്ത് ഇന്നുള്ള ആഘോഷങ്ങളുടെയും ബഹളങ്ങളുടെയും ഒക്കെ അങ്ങേപ്പുറത്ത് ജീവിതത്തിൽ മുഴുവൻ കുരിശെടുത്തുകൊണ്ടുള്ള ഒരു തീർത്ഥാടനത്തെക്കുറിച്ചുള്ളൊരു ധ്യാനം നമുക്കുണ്ടാകണം. അവിടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് തേജസ്കരണം എന്നുള്ളത്. ആ തേജസ്സിലേക്ക് വളരുവാൻ ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.